ഉണ്ണി ബാലകൃഷ്ണൻ, വീഴ്ചകളുടെ വനംവകുപ്പ് എന്നുള്ള ചോദ്യം, വീഴ്ചകൾ സംഭവിക്കുന്നു, ആ വീഴ്ചകളോട് വനംവകുപ്പ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണല്ലോ. ആ അതെ. പ്രതികരണങ്ങൾ മനുഷ്യത്വരഹിതമാണ് പലപ്പോഴും. അതെ. അപ്പോൾ വീഴ്ചകളുടെ ഒരു തുടർച്ചയാണോ നമ്മൾ കാണുന്നത്? അയ്യോ! വളരെ എന്താ പറയുക, ഏറ്റവും ഖേദത്തോട് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മീറ്റ് ദ എഡിറ്റേഴ്സിൻ്റെ തന്നെ ഒരു എത്ര എപ്പിസോഡുകളിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്? അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടൊരു മാധ്യമം എന്ന നിലയ്ക്ക് സമൂഹത്തിന് മുമ്പിൽ ആ പ്രശ്നത്തെ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി സംഭവിച്ചാൽ ഇനിയും ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു പുരോഗതിയും സംഭവിക്കുന്നില്ല, ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. ആകപ്പാടെ ഈ വിഷയത്തിലെ ഈ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തിൽ ആകപ്പാട് ഒരു പുരോഗതി ഉണ്ടായിരിക്കുന്ന ഏത് കാര്യത്തിനകത്താണെന്ന് അറിയാവോ? ഈ മരിച്ചവരുടെ കുടുംബത്തിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ ഉയർത്തിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയായിരുന്നത് 10 ലക്ഷം രൂപയായിട്ട് സർക്കാർ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏക പുരോഗതി. ഞാനിത് വനം വകുപ്പിൻ്റെ മാത്രം വീഴ്ചയായി ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇക്കാര്യത്തിൽ എനിക്കൊരു പൊസിഷനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണ്. നോക്കൂ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കടൽക്ഷോഭം ഉണ്ടാകുന്നു വിചാരിക്കുക, വലിയ കടലാക്രമണം ഉണ്ടാകുന്നു വിചാരിക്കുക. ആ പ്രശ്നം പരിഹരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഫിഷറീസ് വകുപ്പിന് മാത്രമാണോ? അങ്ങനെയാണോ ഒരു സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുക? ഇപ്പോൾ ഓഖി ദുരന്തം ഉണ്ടായല്ലോ, ആ ദുരന്ത സമയത്ത് സർക്കാരിൻ്റെ എൻറ്റയർ മെഷീനറി പ്രവർത്തിച്ചില്ലേ? ആ രീതിയിൽ ഒരു വലിയ സാമൂഹിക ജീവിത പ്രശ്നമായി മാറിയിരിക്കുകയല്ലേ ഈ പറയുന്ന വന്യജീവികളും മനുഷ്യരായിട്ടുള്ള സംഘർഷം എന്ന് പറയുന്നത്? അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പൊതുവിഷയമല്ലേ ഇത്? എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ഇനിഷ്യേറ്റീവാണ് ഈ കാര്യത്തിനകത്ത് ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ വീഴ്ചയായി കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വീഴ്ചയായി കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഇനി ഇരുന്നിട്ട് കാര്യമില്ല. മന്ത്രിയും ആ വകുപ്പും അങ്ങേയറ്റം പരാജയമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ഇനി ഈ കാര്യത്തിലൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ അത് സർക്കാർ തന്നെ ഇക്കാര്യത്തിലൊരു സയൻറ്റിഫിക്കായ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ സംസ്ഥാനം വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തിൻ്റെ 1/3 വനപ്രദേശമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആ വനപ്രദേശത്തിൻ്റെ ഗുണഭോക്താക്കളാണ് നമ്മൾ, കേട്ടോ. നമ്മുടെ ജീവിതം ഈ പച്ചപ്പിലും ഹരിതാഭയിലും ഒക്കെ നിൽക്കുന്നത് ഈ വനപ്രദേശമുള്ളത് കൊണ്ടാണ്. നമ്മളുടെ വരുമാനത്തിൽ നല്ലൊരു ഓഹരി സംഭാവന ചെയ്യുന്നത് ഈ വനസമ്പത്തുകളാണ്. അപ്പോൾ ഈ വനമില്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. വനമില്ലാതാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, വനമുണ്ടെങ്കിൽ സ്വാഭാവികമായും വന്യജീവികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വന്യജീവികളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വനവും വന്യജീവികളും ഒക്കെ ചേർന്നൊരു ഇക്കോസിസ്റ്റത്തിലാണ് മനുഷ്യരെല്ലാം ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത്. നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നതുണ്ടല്ലോ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യമുള്ള പ്രദേശങ്ങളിലൊന്നാണ് പശ്ചിമഘട്ട മലനിര എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ പറഞ്ഞ പ്രകൃതിയുടെ ഈ മഹത്തായ സമ്പത്തിനെ നമുക്ക് സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതിനുള്ളിലെ വന്യജീവികളെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. നമ്മൾ പക്ഷേ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ വനവിസ്തൃതി കൂടുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും വനനശീകരണവും വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഈ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ മനുഷ്യർ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മൃഗങ്ങൾ കാടിറങ്ങി വരുന്നു എന്നാണ്. മനുഷ്യർ കാട് കയറുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. മൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് കാടിറങ്ങി വരികയാണോ അതോ മനുഷ്യർ കാട് കയറുകയാണോ എന്നുള്ള പ്രശ്നം അടക്കം നമ്മൾ അഡ്രസ്സ് ചെയ്യണം. എന്നിട്ട് ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കണം. നോക്കൂ, നമ്മളുടെ പ്രശ്നം എന്താ? ഈ പറയുന്ന ചെറിയ ഒരു സംസ്ഥാനത്തെ 1/3 വനപ്രദേശമായിരിക്കും 3.5 കോടി ജനങ്ങളിൽ ഏതാണ്ട് 1.5 കോടി ജനങ്ങൾ ഈ വനമേഖലയോട് ചേർന്നാണ് ജീവിക്കുന്നത്. ഒരർത്ഥത്തിൽ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു ആശ്രയം എന്ന് പറയുന്നത് ഈ വനങ്ങൾ കൂടിയാണ്. ആ വനമേഖലയിൽ 1.5 കോടി ജനങ്ങൾ ജീവിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഫെൻസ് ചെയ്യാനൊന്നും കഴിയില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. അതെങ്ങനെയാണ്? വനം അങ്ങ് തീരുമാനിച്ചിട്ട് ആ വനം മുതൽ ഇങ്ങോട്ടേക്ക് ഈ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നമുക്ക് സൗരോർജ്ജ വേലി കെട്ടാൻ പറ്റുമോ? അങ്ങനെ ഒരു ഫെൻസിങ് സാധ്യമാണോ? അല്ലെങ്കിൽ കിടങ്ങുകൾ കുഴിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വലിയ മതിൽ കെട്ടാൻ പറ്റുമോ? ഒന്നും പോസിബിൾ അല്ല. ചില ഏരിയാസിൽ അതൊക്കെ ചെയ്യാം എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് അങ്ങനെ ഒരു ഫെൻസിങ് പോസിബിൾ അല്ല. പക്ഷേ ഇതിനകത്തൊരു ശാസ്ത്രീയ പരിഹാരം ഉണ്ടാകേണ്ടതുണ്ടല്ലോ. അതിലേക്ക് എന്തുകൊണ്ടാണ് ഇനിയും നമ്മുടെ ചർച്ചകൾ വരാത്തത്? കഴിഞ്ഞ ഈ ഒരു വർഷം, ഈ 2025 തുടങ്ങിയതിന് ശേഷം ഒരു 20 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ എന്നേ. നമ്മൾ എത്ര പ്രാവശ്യം ഇത് കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണാൻ കഴിയാത്തത്? ഇപ്പം KU ജനീഷ് കുമാറിൻ്റെ ഒരു പ്രതിഷേധമുണ്ട്. ഞാൻ ആ പ്രതിഷേധത്തിൽ ജനീഷ് കുമാറിനൊപ്പം നിൽക്കുന്ന ആളാണ്, കേട്ടോ. കാരണം എന്താ അറിയോ? ഇന്നിപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, പിന്നീട് അത് പിൻവലിച്ചു. ജനീഷിനെതിരായിട്ടുള്ള പോസ്റ്റ് എന്താണ്? വനമെല്ലാം നമുക്ക് വെട്ടിനിർത്താം. ഞങ്ങൾ പിൻവലിച്ചതല്ല. പിൻവലിച്ചതല്ല എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഞാൻ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഈ വനമൊക്കെ അങ്ങ് ഇല്ലാതാക്കാം, എന്നിട്ട് നമുക്ക് ഈ മൃഗങ്ങളെയൊക്കെ അങ്ങ് ഇല്ലാതാക്കാം, എന്നിട്ട് മനുഷ്യർ മാത്രമുള്ളൊരു ഭൂമിയിൽ പ്രധാനമന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ ജനീഷ് കുമാർ നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. നോക്കൂ, പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഭൂമിയിലെ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് പ്രാണികളുണ്ട്, പക്ഷികളുണ്ട്, മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാവരും കൂടി ചേർന്നൊരു ഇക്കോസിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നും അനാവശ്യമായിട്ട് ഈ ഭൂമിയിലില്ല, കേട്ടോ. ഒരു പ്രാണി പോലും അനാവശ്യമായി ഈ ഭൂമിയിലില്ല. എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ റോളുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ ഒരു ഇക്കോസിസ്റ്റം നിലനിൽക്കുന്നത്. ആ ഇക്കോസിസ്റ്റത്തിൻ്റെ ഗുണഭോക്താക്കളാണ് നമ്മൾ. നമുക്ക് വനങ്ങൾ വെട്ടിക്കളയാനും പറ്റില്ല, വന്യജീവികളെ ഇല്ലാതാക്കാനും പറ്റില്ല. അങ്ങനെ ഒരു പ്രതികരണം അല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് ശക്തമായ മുൻകരുതലുകൾ എടുക്കാനുള്ള നടപടികളാണ് വനം വകുപ്പിൽ നിന്നുണ്ടാകേണ്ടത്. ഇന്നലെ സംഭവിച്ചിരിക്കുന്ന പാലക്കാട്ടത്തെ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കി. പാലക്കാട്ട് ചെറിയൊരു സംഭവമാണ്. നോക്കൂ, ഒരു പുലിപ്പേടിയിലാണ് ആ വീട്ടുകാർ ജീവിച്ചുകൊണ്ടിരുന്നത്. 5 പേരുള്ളൊരു വീടാണ്, അതിൽ ഒറ്റ മുറി വീടാണ്. ആ വീട്ടിലെ ആ ഗൃഹനാഥൻ അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്താണ് കിടക്കുന്നത്. 3 കുട്ടികളും അമ്മയും കൂടിയാണ് അകത്ത് മുറി കിടക്കുന്നത്. ഈ പുലിയുടെ ഒരു ടാർഗറ്റ് നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ദിവസമായിട്ട് പുലി ടാർഗറ്റ് ചെയ്യുന്നത് ആ നായയെയാണ്.
ആ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ നായ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുന്നത്, ഈ പിന്നെ പുലിയെ പേടിച്ചിട്ട് നായയെ കിടപ്പുമുറി, ആ ഒറ്റമുറിയേ ഉള്ളൂ, ആ മുറിയിൽ കൊണ്ടുപോയി കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഇത് ബോധ്യപ്പെടുന്ന നായ രാത്രിയിൽ വന്നിട്ട് ഈ വാതിൽ മാന്തി പൊളിച്ച് അകത്ത് കയറി കുട്ടിയെയും തട്ടിയിട്ടിട്ട് ഈ നായയും കൊണ്ട് പോവുകയാണ്. നായയായിരുന്നില്ല ടാർഗറ്റ് എന്ന് വിചാരിക്കുക. എത്ര ജീവൻ പോകുന്നേ, എത്ര ജീവൻ പോകും? 5 മനുഷ്യർ അവിടെ ഉണ്ട്. ഒരു സമയത്ത് പുലി ആരെയൊക്കെ ആക്രമിക്കും, എത്ര പേരെ ആക്രമിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നായയല്ലായിരുന്നു പുലിയുടെ ടാർഗറ്റെങ്കിലോ എത്ര ജീവൻ അവിടെ പൊലിയുമായിരുന്നു. ഈ പുലിപ്പേടി ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് എത്ര നാളായി? എന്ത് മുൻകരുതലാണ് എടുത്തത്, എന്ത് നടപടിയാണ് എടുത്തത്? നമുക്ക് വനം വെട്ടിത്തെളിച്ച് വന്യജീവികളെ ഇല്ലാതാക്കി ഭൂമിയെ മനുഷ്യരുടെ മാത്രം ഒരു സ്വർഗ്ഗമാക്കി നിങ്ങൾ പ്രധാനമന്ത്രിയാകുമെന്ന് ജനീഷ് കുമാറിനോട് പറയുന്ന ഈ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭീതിയിൽ കിടക്കുന്ന 5 മനുഷ്യരുണ്ട് അവിടെ. അവർ മാത്രമല്ല, ഒരു 10-14 കുടുംബമുണ്ട് അവിടെ. ആ 10-14 കുടുംബം നിരന്തരമായി പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പുലി വരുന്നുണ്ട്, ആ പുലി നമുക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും ഒരു പിടിയില്ല, ആരും അവിടെ ഒരു മുൻകരുതലും വരുന്നില്ല, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇന്നലെ ഇപ്പം വേറൊരാൾ, ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി, അയാൾ രാവിലെ പോകുന്നു, അയാൾ കടുവയുടെ ആക്രമണത്തിൽ മരിക്കുന്നു. ഇന്നിപ്പോൾ അവിടെ ഉണ്ടല്ലോ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. എല്ലായിടത്തും ക്യാമറയൊക്കെ സ്ഥാപിച്ച് വലിയ രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരിങ്ങനെ വെച്ചിരിക്കുന്ന കെണി അന്വേഷിച്ച് നേരെ കടുവ വരാൻ പോകാണല്ലോ, എന്നിട്ട് കടുവ ആ കെണിയിലേക്ക് വീഴാൻ പോകാണല്ലോ. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വേണ്ട മുൻകരുതലുകൾ എടുക്കാതെയാണ് ഇത്തരത്തിലുള്ള ജനകീയ. നോക്കൂ, ആന വന്ന് ജീവിത പ്രശ്നമാണല്ലോ അവിടുത്തെ ആളുകളുടെ. നോക്കൂ, കൈതച്ചക്ക കൃഷി ചെയ്യുക 2 പേര് അവിടുത്തെ ഒരു പറമ്പ് പാട്ടത്തിനെടുത്തിട്ട്. അവിടെ കൃഷി ചെയ്യുന്ന മനുഷ്യർക്ക് അത് നശിച്ചു പോയാൽ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാകും, അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും, കടക്കണിയിലാകും. അങ്ങനെയുള്ള ആളുകൾ ചിലപ്പം ഇതുപോലുള്ള വേലുകളിലൊക്കെ കറണ്ടൊക്കെ വെച്ചെന്നിരിക്കും. അങ്ങനെ വെച്ചു, ഒരു ആന കൊല്ലപ്പെട്ടു. പിന്നെ അവിടെ ഉണ്ടാക്കുന്ന ഒരു ടെററാണ് ഈ വനം വകുപ്പുകാരുടെ. അതാണ് പ്രശ്നം. അവിടെ ടെറർ ഉണ്ടാക്കുന്നത് മാത്രമല്ല, 10-11 പേരെ പിടിച്ചുകൊണ്ട് പോവുക, ചോദ്യം ചെയ്യുക, ഈ കേസ് എടുക്കുക. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അയാളുടെ ഗർഭിണിയായിട്ടുള്ള ഭാര്യയാണെന്നേ വന്നിട്ട് ജനീഷ് കുമാറിനോട് പറയുന്നത്. ജനീഷ് കുമാർ ഈ പറയുന്ന ആദ്യം അയാൾ ജനപ്രതിനിധിയാണ്, പിന്നീടാണ് അയാൾ സർക്കാരിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത് നോക്കേണ്ടത്. ആദ്യം അയാൾ ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധിക്ക് ജനകീയ രോഷത്തിൻ്റെ പക്ഷത്തെ നിൽക്കാൻ പറ്റുള്ളൂ, ജനങ്ങളുടെ പ്രശ്നത്തിൻ്റെ പക്ഷത്തെ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അയാൾ അവിടെ പോയിട്ട് അലർന്ന് വിളിച്ച് സംസാരിക്കേണ്ടി വന്നത് എന്ന് മാത്രമല്ല. അയാൾ പറയുന്നുണ്ട്, ഇത്തരം പ്രശ്നങ്ങൾ ഈ പറയുന്ന പല വിഭാഗങ്ങളും പിന്നെ ഉപയോഗപ്പെടുത്തി ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നു, ചില തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ നക്സലറ്റ് എന്നുള്ള വാക്കൊക്കെ അയാൾ ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ ഈ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ, ഈ വനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ വലിയ അരക്ഷിതത്വം ഉണ്ടാകുമ്പോൾ അവർ സിസ്റ്റത്തിനെതിരാവും. സ്വാഭാവികമായിട്ട് സിസ്റ്റത്തിനെതിരാകുമ്പോഴത്തേക്കും ആ സിസ്റ്റത്തിനെതിരാകുന്ന വികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ ശക്തിപ്പെടാൻ ശ്രമിക്കും. അത് ഏത് വിഭാഗമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ രീതിയിലുള്ള പിന്നെ എന്താ പറയുക, സമ്മർദ്ദങ്ങളിലേക്ക് സംസ്ഥാനം പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധിയുടെ രോഷം നമ്മൾ അവിടെ കണ്ടത്. ചില വാക്കുകൾ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാകും, അതൊക്കെ ആ ജനകീയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട്, വികാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു വാക്കാണ്. പക്ഷേ പ്രശ്നം അതല്ലെന്നേ. അവിടെ കയറിയിട്ട് ഉദ്യോഗസ്ഥരെ ചീത്ത പറഞ്ഞു, അവരവിടെ പിന്നെ എന്താ പറയുക, ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അടിസ്ഥാന പ്രശ്നത്തിൽ നിന്നാണ് മാറിപ്പോകുന്നത്. അടിസ്ഥാന പ്രശ്നം എന്താ? അവിടെ ആളുകൾക്ക് ജീവിക്കാൻ നിർത്തിയില്ല, അവർക്ക് സുരക്ഷിതമായി കഴിയാൻ കഴിയുന്നില്ല, അവരുടെ കുട്ടികൾ പിന്നെ പുറത്തേക്ക് പോയാൽ തിരിച്ച് ജീവനോടെ മടങ്ങി വരുമെന്ന് അവർക്ക് വിചാരിക്കാൻ കഴിയുന്നില്ല, ഭർത്താക്കന്മാർ ജോലിക്ക് പോയാൽ അവർ തിരിച്ച് ജീവനോടെ വരുമോ ഇല്ലെന്ന് അറിയാതെ പേടിച്ചിരിക്കുന്ന ഭാര്യമാർ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് കേരളത്തിൽ ഈ വനമേഖലയിലെ കുടുംബങ്ങളിലുള്ളത്. നിരന്തരം നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വനം മന്ത്രിയുണ്ട്, ഭൂലോക പരാജയം. ഒരു വനം വകുപ്പുണ്ട്, ഒരു മുൻകരുതലും എടുക്കത്തില്ല. ഇത് സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിട്ട് വലിയ മയക്കുവെടി, പിന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബഹളങ്ങൾ കാണിക്കുക എന്നുള്ളതല്ലാതെ നിരന്തരം ഈ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, വനം വകുപ്പിനെ നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം. ഈ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ് ഈ കാര്യത്തിനകത്ത്. സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി ഈ കാര്യത്തിനകത്ത് ഒരു നിലപാട് പറയണം. കാരണം എന്താ വെച്ചാൽ, ഈ സംസ്ഥാനത്ത് മനുഷ്യർ 1.5 കോടിയോളം മനുഷ്യർ ജീവൻ പണയപ്പെടുത്തി വനമേഖലയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ആ മേഖലയുടെ സുരക്ഷിതത്വത്തിനായി എന്ത് ചെയ്യാനാണ് സർക്കാരിൻ്റെ പദ്ധതി എന്ന കാര്യം പറയണം. ഇനി സർക്കാരാണ് ഇക്കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ലോകത്ത്, കേരളത്തിൽ മാത്രമല്ല കേട്ടോ വനങ്ങളും വന്യജീവികളും ഉള്ളത്. ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ ധാരാളമായി വനങ്ങളുണ്ട്, വന്യജീവികളുണ്ട്, ആ പരിസരത്തൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരു സയൻറ്റിഫിക് മോഡലുണ്ട്, ആ പ്രശ്നം പരിഹരിക്കാനൊരു സയൻറ്റിഫിക് മോഡലുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കണം. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് സൊല്യൂഷനായി ഈ കാര്യത്തിനകത്ത് വേണ്ടത്. നമ്മൾ ഈ വികാരം കൊള്ളുന്ന ഓരോ മനുഷ്യർ മരിച്ചു വീഴുമ്പോഴും വികാരം കൊള്ളുന്നുണ്ട്. കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നോക്കൂ, ഇവിടുത്തെ വേറെ കാര്യം എന്താ അറിയോ, KPCC അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്ന ആളാരാ? അദ്ദേഹം വരുന്നത് ഏത് മേഖലയെന്നാണ്? ഇപ്പം നടക്കാനിരിക്കുന്നത് അത്രയെങ്കിലും രാഷ്ട്രീയ ബോധം ഈ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടേ? നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ ഏതാണ്ട് ഒരു 400ഓളം പഞ്ചായത്തുകൾ ഈ മേഖലയിൽ, ഈ സ്ട്രെച്ചിലാണ്. ആകെയുള്ള 1000 പിന്നെ പഞ്ചായത്തുകളിൽ 450 പഞ്ചായത്തുകളുള്ള ഈ ഒറ്റ സ്ട്രെച്ചിലാണ്. എന്തായിരിക്കും അവിടുത്തെ ജനവിധി? ആ ജനവിധി തന്നെ ആയിരിക്കുമല്ലോ 2026 തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാൻ പോകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അവർക്കൊരു പൊളിറ്റിക്കൽ ത്രെട്ട് പോലുമുണ്ട്. CPM-നൊരു രാഷ്ട്രീയ ത്രെട്ടുണ്ട്, സർക്കാരിനൊരു രാഷ്ട്രീയ ത്രെട്ടുണ്ട്, മുന്നണിക്കൊരു രാഷ്ട്രീയ ത്രെട്ടുണ്ട്. അതുകൂടാതെ KPCC അധ്യക്ഷനായിട്ട് ആ മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇത് പരമാവധി പിന്നെ മുതലെടുക്കാനായിട്ട് തന്നെ ശ്രമിക്കും. അത്തരം ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇത്ര നാൾ നമ്മൾ കാണാത്തൊരു ജോയിയല്ലേ ഇന്ന് നമ്മൾ കാണുന്നത്. VS ജോയി വന്നിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രസംഗം നടത്തുകയല്ലേ ചെയ്യുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് അല്ലേ സ്വാഭാവികമായിട്ടും VS ജോയി. ആ വിഷയം അയാൾ ഉന്നയിക്കില്ലേ? ഈ രീതിയിലൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളോടി ആയിട്ട് ഇത് മാറുന്നുണ്ട്. അപ്പം എൻ്റെ നിലപാട് ഈ കാര്യത്തിനകത്ത്, ഇനി വനം വകുപ്പിനെ കുറിച്ച് പറയാൻ ഞാനില്ല, വനം മന്ത്രിയെക്കുറിച്ച് പറയാൻ ഞാനില്ല. കാരണം അതൊക്കെ അടഞ്ഞ അധ്യായമാണ്. ഇതിനകത്തൊരു പൊളിറ്റിക്കൽ
ഡിസിഷൻ ആവശ്യമാണ്. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്, മുഖ്യമന്ത്രിക്കാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു ഡിസിഷനാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ വനമേഖലയിൽ ജീവിക്കുന്ന ഏതാണ്ട് 1.5 കോടി മനുഷ്യരുടെ ജീവിതം സുരക്ഷിതമാകുക എന്നാണ് ഈ കാര്യത്തിൽ എൻ്റെ നിലപാട്.